നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ മലയാളിയുടെ സ്വന്തം, അതായത് ഇന്ത്യൻ സിനിമയുടെ സ്വന്തം പാൻ ഇന്ത്യ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 28 ഇന്ന് ജൂലൈ 26. അപ്പം എൻ്റെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിക്ക. 1000 ജന്മദിനാശംസകൾ. നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ, ഞങ്ങൾക്ക് നല്ല നല്ല സിനിമകൾ തരൂ, ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിക്ക, ദുൽഖർ സൽമാൻ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ജൂലൈ 28 നമ്മൾ അടിച്ചു പൊളിക്കണം. ഫാൻസുകൾ മാത്രം എല്ലാവരും അടിച്ചു പൊളിക്കും. കുഞ്ഞിക്ക വേറെ ലെവലാണ്. അപ്പം ജൂലൈ 28 ഒരുപാട് ബർത്ത്ഡേ ആയിക്കൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളുണ്ട് കേട്ടോ. തെലുങ്ക് പടമായ ആകാശം ലോകത്താരയുടെ ഗ്ലിംസ് വീഡിയോ കാണും. തമിഴ് സിനിമയെ കാന്തയുടെ ട്രെയിലറോ അല്ലെങ്കിൽ ടീസറോ കാണും. പിന്നെ കുഞ്ഞിക്ക 2 വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ച് വരുന്നൊരു പടമാണ് അയാങ് ഗെയിം, നഹാസ് ഹൃദയത്തിൻ്റെ അയാങ് ഗെയിം. അതിൽ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. 2 ഷെഡ്യൂൾ കഴിഞ്ഞ് 3ാമത്തെ ഷെഡ്യൂളിൽ ദുൽഖർ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്, ഓഗസ്റ്റിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കാണും. പിന്നെ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്ത് കാമിയ റോളിൽ ചെയ്യുന്ന ലോക എന്ന പടത്തിൻ്റെ ടീസറുണ്ട്. പിന്നെ ഒരു തെലുങ്ക് പടത്തിൻ്റെ അപ്ഡേറ്റിംഗ് കാണും, ദുൽഖറും പൂജ ഹെഗ്ഡെയുള്ള. പിന്നെ സൗബിൻ്റെ പടത്തിൻ്റെയും അപ്ഡേറ്റ് കാണും. അങ്ങനെ കുറേ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നു, കാണുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പം ബർത്ത്ഡേ ആയിക്കൊണ്ട് എല്ലാവരും അടിച്ച് പൊളിക്കണം കേട്ടോ, തയ്യാർക്കണം. നമ്മൾ ഈ എല്ലാ നടന്മാരെ പോലെ വലിച്ചു വരുന്ന ദുൽഖർ മലയാള സിനിമ ചെയ്യത്തില്ല. 2-3 വർഷം കൂടി ഒരു മലയാളം പടം ചെയ്യും, അത് മതി. അത് ചെയ്യുന്ന പടം 1.5 പടം ആയിരിക്കണം. അയങ്കയും പൊളിക്കും. അതിലൂടെ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ എന്നുള്ള ടാഗ് ലൈനും വരും. അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ല ഹാർഡ് ത്രോ ഫാൻസ് ഉള്ള ഒരു നടനം മലയാളത്തിൽ ഇല്ല. മമ്മൂക്ക ലാലേട്ടന് ശേഷം ഇത്തരം ഒരു പടം കാണാൻ, ദുൽഖറിൻ്റെ ഒരു പടം കാണാൻ ആൾക്കാരെ തിക്കി തിരക്കി വരുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാർഡം തന്നെയാണ്. ബാക്കിയുള്ള നടന്മാർക്ക് ആ ഒരു അവകാശം പെടാൻ പറ്റത്തില്ല. കാരണം അവരുടെയൊക്കെ പടങ്ങൾ സിനിമ കാണാൻ ആൾക്കാർ വരുന്നത് അവരുടെ ഫസ്റ്റ് ഡേക്ക് അവരുടെ പടത്തിന് ആൾ തിക്കി തിരക്കി വരുന്നില്ല. അത് അവരുടെ സ്റ്റാർഡത്തിൻ്റെ കുറവാണ്. അവരുടെ പടം നല്ലതാണ്, ആൾക്കാർ വരും കാണും, ആ പടം നല്ലതാണ്. പക്ഷെ ഒരു നടൻ്റെ പടം കാണാണ്ട് ഫസ്റ്റ് ഡേ ആൾ വരുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ ഒറ്റൊരു നടനേ ഉള്ളൂ, അത് ദുൽഖർ സൽമാനാണ് പേര്, യുവത്തന്മാരുടെ കൂട്ടത്തിൽ. പിന്നെ മലയാളികൾക്ക് അഭിമാനിക്കാമല്ലോ. കാരണം മലയാളത്തിൽ നിന്ന് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും പോയി അതാത് ഭാഷകളിൽ അവരവരുടെ ഭാഷകൾ സ്വന്തം സൗണ്ട് കൊടുത്ത് അഭിനയിച്ചൊരു വ്യക്തിയാണ്. അതായത് വേറൊരാൾക്കും ഡബ് ചെയ്യിക്കാതെ സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ ഡബിങ് അതായത് അവരുടെ ഭാഷ പോലെ തന്നെ ഡബ് ചെയ്യുന്നതാണ്. അത് ചിലർ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഷ ആയിട്ട് തോന്നില്ല. നീമ്പൂളിയൊക്കെ തമിഴിൽ പോയി അഭിനയിച്ചിട്ട് കോളാക്കിയിട്ടുണ്ട്, തമിഴൊക്കെ ഡെലിവറി ചെയ്തിട്ട്. അന്ന് പറഞ്ഞില്ല, അവരുടെ ഭാഷ എന്താണോ അത് അതുപോലെ തന്നെ ചെയ്യും. മനസ്സിലായോ? അത് അവരുടെ ഭാഷക്കാർ ഇപ്പം ഹിന്ദിയന്മാർ അവരുടെ ഭാഷയിൽ അവർ ഡബ് ചെയ്തില്ല, അന്ന് പോലെ തന്നെയാണ് അവരുടെ സ്റ്റൈലിലാണ് ഡബ് ചെയ്യുന്നത്. ആ ഒരു കഴിവ് അന്യ കഴിവാണ്. പിന്നെ ചെയ്ത ഭാഷകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട്. ലക്കി ഭാസ്കർ 100 കോടി അടിച്ചു, തെലുങ്ക് പടം. ചെയ്ത ഭാഷകളെല്ലാം ഹിറ്റായിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. മലയാളത്തിൽ ഏത് യൂത്ത് നടന്മാരാണ് തമിഴും തെലുങ്കും ഹിന്ദിനും പോയി നായകനായിട്ട് അഭിനയിച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 100 കോടി അടിച്ച് നടന്നെന്ന് പറയാമോ? ഒരുത്തിനുമില്ല. മലയാളത്തിന് ഒത്തിരി യുവനടന്മാർ പോയി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആരും ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടില്ല, 100 കോടി അടിച്ചിട്ടില്ല. ഇത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് 100 കോടി അടിച്ച് എല്ലാ ഭാഷയിലും അഭിനയിച്ച് ഹിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് പോരാനായിട്ട് അവിടുത്തെ ജനങ്ങൾ ദുൽഖറിനെ ഫാനാക്കി മാറ്റുകയും ചെയ്തു. അപ്പം നമ്മളിവിടെ വിജയുടെ ഫാൻസ് ഉണ്ടാക്കിയെടുത്തില്ല. വിജയ് അന്ന് പറഞ്ഞാൽ ദുൽഖറിനെ അവിടെ തമിഴും തെലുങ്കും ഹിന്ദിയിലൊക്കെ ഫാൻസ് ഉണ്ടാക്കിയെടുത്ത്, അതായത് ഭാഷക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ വലിയ സെലിബ്രിറ്റിയാണ് ദുൽഖർ. ഈ തവണ താണ്ടെ തെലങ്കാന ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്നൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം വൈറലായിട്ടില്ലാന്ന്, ഒരു സ്വീകരണം ഉണ്ടാകുന്നു. അപ്പം അവിടുത്തെ സെലിബ്രിറ്റിയാണ് ദുൽഖർ. മലയാളിയുടെ മാത്രമല്ല, ഒരു പാനിൻ്റെ സ്റ്റാർ ചുമ്മാ വിളിക്കുന്നില്ല, പാനിൻ്റെ സ്റ്റാർ ദുൽഖർ തന്നെയാണ് മലയാളത്തിലെ. താമസിക്കാതെ അയാൻ ഗെയിമിലൂടെ ആ ടാഗ് ലൈനും വരും, സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ. അങ്ങനെ ആർക്കും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല, ആർക്കും ഇനി അവകാശപ്പെടാനും പറ്റത്തില്ല. ഫഹദും ടോവിനെയും പൃഥ്വിരാജൊക്കെ തമിഴും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് നായനായിട്ട് അഭിനയിച്ച് സൂപ്പർ അടിച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് ഹിറ്റ് ഉണ്ടാക്കാൻ അവിടുത്തെ ജനങ്ങളുടെ ഫാൻസാക്കി മാറ്റാൻ പറ്റിയിട്ടില്ല. അത് ദുൽഖറിനെ കൊണ്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായോ? മലയാളത്തിലേക്ക് 2 വർഷം കൂടി തിരിച്ചു വരുന്ന പടമാണ് അയാൻ ഗെയിം. അത് പൊളിച്ചെടുക്കും. ആ പടം ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇനി പടങ്ങൾ എത്ര വരാൻ കിടക്കുന്നത്.
അല്ല വലിച്ചുവാരി പടമൊന്നും ദുൽഖർ ചെയ്തിട്ടില്ല മലയാളത്തിലേക്ക്. എല്ലാ ഭാഷയിലും ഒരുപോലെ അഭിനയിച്ചു പോകും. എല്ലാ ഭാഷയിലും ഒരുപോലെ അഭിനയിച്ചും പോകുന്നുണ്ട്, എല്ലാ ഭാഷയിലും ഹിറ്റും ആകുന്നുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമല്ലേ. അപ്പം ദുൽഖറിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ 28-ാം തീയതി. ഇന്ന് ജൂലൈ 26-ാം തീയതിയാണ്. ഞാൻ എൻ്റെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പ് വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകാംക്ഷയോടെ നിൽക്കാൻ വയ്യ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ 2 ദിവസം മുമ്പ് ഇട്ട്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ദുൽഖർ സൽമാൻ, ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് ആയിട്ട്. അപ്പം ഇനിയും പടങ്ങൾ ചെയ്യുക, ഞങ്ങൾക്ക് നല്ല പടങ്ങൾ വരിക, അടിച്ച് പൊളിക്കുക, ബർത്ത്ഡേ തകർത്ത് വാരുക.